എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് വളരെ വളരെ വലിയൊരു വിഷയം വളരെ ചെറിയൊരു സമയത്തിനുള്ളിൽ ഏറ്റവും മൈന്യൂട്ടായിട്ട് പറഞ്ഞ് തീർക്കാൻ ആഗ്രഹിക്കുകയാണ്. കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സിൽ പറയണം എന്ന് വിചാരിച്ചൊരു വിഷയമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത് ദൈവവിശ്വാസമില്ലാത്തവർ എന്ന് പറഞ്ഞില്ലേ, ദൈവത്തിന് വിശ്വാസമില്ലാത്തവർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിരീശ്വരവാദികളെ അല്ല. അതായത് പ്രാർത്ഥനയും കാര്യങ്ങളുമായി അമ്പലങ്ങളിലും പള്ളികളിലും പോകുന്ന ആൾക്കാരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു വിശ്വാസം വേണം, നമ്മളെ ഒരു വിശ്വാസം വേണം. നമ്മൾ പറയുന്ന കാര്യം, അതായത് പ്രാർത്ഥന, നമ്മളുടെ ജപം, അതിൽ നമുക്ക് ഉറച്ച വിശ്വാസം വേണം. ആ ഉറച്ച വിശ്വാസം ഇല്ലാതെ ആവുമ്പോഴാണ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഭഗവാനോട്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഭഗവാനോട്, അല്ലെങ്കിൽ ആദ്യം പറയും, ഭഗവാനെ എനിക്ക് ജോലിയില്ല, എനിക്ക് ജോലി ശരിയാക്കി തരണം, ഭഗവാനെ ഞാനിന്നൊരു ഇൻ്റർവ്യൂവിന് പോവാണ്, ആ ഇൻ്റർവ്യൂ ശരിയാക്കി തരണം, ഭഗവാനെ എൻ്റെ പരീക്ഷയാണ്, എന്നെ നീ രക്ഷിക്കണേ, പരീക്ഷയ്ക്ക് ഓർമ്മ ഉണ്ടാക്കി തരണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ നമ്മൾ പറയും. ഇല്ല, ഈ പറയണ ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, നമ്മളെ സൃഷ്ടിച്ച ഈ ശക്തി, ഈ പ്രപഞ്ചം, ഈ ദൈവം എന്ന് പറയുന്ന ശക്തിക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാം അല്ലേ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഏതെങ്കിലും അമ്പലത്തിൽ ചെല്ലുമ്പോൾ, കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണെങ്കിൽ ദേവിര സ്തുതികൾ, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമങ്ങൾ, അല്ലെങ്കിൽ സൗന്ദര്യലഹരി, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതേതെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ അവിടെ ചെന്ന് നമ്മുടെ പ്രസൻസ് അറിയിക്കേണ്ടായിരുന്നില്ല, പ്രസൻസ് അറിയും, സ്വാഭാവികമായിട്ടും അറിയും. അപ്പം നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നത് നമ്മൾ തന്നെയാണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് വരണം. നമ്മൾ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന എനർജി നമ്മുടെ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നത് നമ്മളിലൂടെ തന്നെയാണ് അല്ലേ. അപ്പോൾ ആദ്യം വിശ്വാസം നമ്മളെയാണ് വേണ്ടത്, പിന്നെ നമ്മുടെ പ്രാർത്ഥനയെ വിശ്വസിക്കുക. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ എവിടെയാണോ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത് ആ ഈശ്വരനിൽ വിശ്വസിക്കുക. അപ്പം നമ്മൾ അമ്പലത്തിൽ ചെന്നിട്ട് നമ്മൾ ഇന്ന കാര്യം എനിക്ക് നടത്തിത്തരണം എന്ന് പ്രത്യേകിച്ച് പറയുന്നവർക്ക് അവരിലും വിശ്വാസമില്ല, അവരുടെ പ്രാർത്ഥനയിലും വിശ്വാസമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ മഹിഷാസുരമർദ്ദിനി ചൊല്ലിയാലുള്ള ഗുണങ്ങൾ എന്താണ്, വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാലുള്ള ഗുണങ്ങൾ എന്താണ്, അതൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ എന്ത് നമ്മൾ ചൊല്ലിയാലും പ്രാർത്ഥിച്ചാലും, ഏത് ക്ഷേത്രത്തിലായാലും വീട്ടിലായാലും, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ക്ഷേത്രത്തിലാണെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന എനർജിയുടെ ലെവൽ വ്യത്യാസം ഉണ്ടാവും, വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആ എനർജി വ്യത്യാസങ്ങളുണ്ടാവും. എന്തായാലും നമുക്ക് നല്ല എനർജി ആയിരിക്കും പ്രാർത്ഥിച്ചാൽ കിട്ടുന്നത്. അപ്പോൾ നമ്മളെ പ്രാർത്ഥനയിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈശ്വരനോട് നമ്മുടെ പ്രോബ്ലംസ് എടുത്ത് പറയേണ്ട കാര്യമില്ല. അല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഗുരുക്കന്മാർ, ഗുരുപരമ്പരകൾ നമുക്ക് തന്നിട്ടുള്ള ആ വഴികൾ മാത്രം സ്വീകരിക്കുക. ആ വഴികളിലൂടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ജപങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയാൽ മാത്രം മതി, നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയാവും. ഇത് വളരെ ഡീപ്പായിട്ടുള്ള രീതിയാണ്. ഭൗതികമായിട്ട് ജീവിക്കുന്നവരും ആത്മീയമായിട്ട് ജീവിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ പല രീതികളാണ്. അപ്പോൾ അതൊക്കെ ഒരുപാട് ഡീപ്പായിട്ടുള്ള വിഷയങ്ങളാണ്. അതേ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ എൻ്റെ ഒരുപാട് നാളത്തെ അനുഭവങ്ങൾ കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് ഇതൊക്കെ തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു മഹാഭാഗ്യം, ദൈവം തന്നിട്ടുള്ളൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും പറയണം, ആദ്യം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രാർത്ഥനയും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരനെ അടിയുറച്ച് വിശ്വസിച്ചിട്ട് നാമങ്ങൾ ചൊല്ലുക. എല്ലാവർക്കും അതുകൊണ്ടുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ മനസ്സിലാവും. നമ്മൾ പ്രാർത്ഥന മാത്രം, ജപങ്ങൾ മാത്രം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉറപ്പായിട്ടും കിട്ടും. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഒരുപാട് പരീക്ഷണങ്ങളുണ്ടാവും. പരീക്ഷണങ്ങൾ നമ്മളെ പ്യൂരിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് പറഞ്ഞു പോയാൽ ഇങ്ങനെ നീണ്ടു പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയിൽ വിശ്വസിക്കുക, ഈശ്വരനിൽ വിശ്വസിക്കുക, വിശ്വാസത്തോടു കൂടിയിട്ട് പ്രാർത്ഥിക്കുക. നന്ദി.